മുലഞ്ഞിട്ട് കാണുന്നതൊക്കെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മുല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ബ്രാ ഇടാതെ കാണുന്ന അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ്, ഞാനും ടോപ്പ് സർജറി ചെയ്യാൻ വേണ്ടി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുറച്ച് പൈസ അയച്ചിരുവാണെങ്കിൽ എനിക്ക് എന്റെ ടോപ്പ് സർജറി. അത് കാണുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പ് സർജറി ഉള്ള പൈസ തരുന്നതിലും നല്ലതല്ലേ അവിടെ ഇടുന്നൊരു വസ്ത്രം വാങ്ങി. എന്റെ ഒരു സംശയം മാത്രം കേട്ടോ. ഇന്നലെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ, പെൺകുട്ടി ഇതിങ്ങനെ ടോപ്പ് സർജറി എന്നൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് പെൺകുട്ടിയാണോ അത് ട്രാൻസ് ആണോ ഒന്നും എനിക്ക് ഒരു ഐഡിയയും പിടികിട്ടിട്ടില്ല. പക്ഷെ ഇവര് പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളിനകത്ത് എനിക്ക് കുറച്ച് വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പുള്ളിക്കാരി ആദ്യം ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോയുടെ താഴെ കുറച്ച് കമന്റ്സുകൾ വന്നു. നമുക്ക് ആദ്യം ആ പുള്ളിക്കാരി പാട്ട് പാടുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ ദാ ഈ ഒരു ഡ്രസ്സാണ് പല ആൾക്കാരെയും മോശമായിട്ടുള്ള കമന്റുകൾ ഇടാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുള്ളിക്കാരി വിശ്വസിക്കുന്നത്. ഇതൊരു അകത്തിരുന്ന ബനിയനാണ്. ഈ ബനിയനിൽ ഇവിടെ ഒരു ഓട്ടയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ദാരിദ്ര്യം കാണിക്കാൻ ഇട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല സംഭവം. അല്ലെങ്കിൽ നമുക്ക് വരാം, നമുക്ക് കാണാം. കാലം പൂതിയോടെ കാക്കും പോലെ മതി. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തേലും ഒരു പ്രശ്നം തോന്നിയോ? എവിടോ എന്തെങ്കിലും ഒരു തകരാറുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയോ? ഇതേപോലെ കുറച്ച് തകരാറുകൾ ഇൻസ്റ്റാഗ്രാമിൽ പല ആൾക്കാർ കമന്റുകളായിട്ട് ഇടാൻ തുടങ്ങി. കമന്റുകൾ എന്ന് പറഞ്ഞാൽ തലയിലും ഒന്നുമില്ല ഉള്ളിലും ഒന്നുമില്ല, ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നു. അതിന് പുള്ളിക്കാരി റിപ്ലൈ നൽകിയിട്ടുണ്ട്. ഐ ആം സോറി ഫോർ യു. എന്ത് ചെയ്യാന്, എല്ലാവർക്കും ബുദ്ധി കൊടുക്കണമെന്നില്ലല്ലോ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കൂ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ശേഷം മറ്റൊരു കമന്റ് വന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ എങ്ങനെ ചെയ്താൽ ആന്ന് തോന്നുന്നു വൈറൽ ആകുമെന്ന് അറിഞ്ഞു ചെയ്തു, പാട്ട് കൊള്ളാം എന്ന് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ പുള്ളിക്കാരി ഒന്ന് പൊന്നു IMA എന്നാണ് ആളുടെ അക്കൗണ്ടിന്റെ പേര്. ആൾ വന്ന് റിപ്ലൈ കൊടുത്തു. അതേതാ ഇപ്പൊ ഞാൻ അറിയാത്തൊരു വൈറൽ എലമെന്റ്, അറിയത്തില്ല, പിഞ്ചി മറ്റത് ഇത് വായിക്കാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ ഒരു കമന്റുകൾ വന്നു. ഇങ്ങനെ നിരവധി കമന്റുകളാണ് വന്നത്. നമ്മുടെ ഇവരുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോഴത്തേനും പ്രോഗ്രാം അസോസിയേറ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ അവര് തന്നെ അവരെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസേബിൾഡ് ഫെമിനിസ്റ്റ് കോംറേഡ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസേബിൾഡ് കറക്റ്റ് ആണല്ലോ. എന്ത് ഡിസബിലിറ്റി ആണെന്ന് മനസ്സിലായില്ല. എന്തോ ഡിസേബിൾഡ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഇട്ട വീഡിയോകളില് ഈ വീഡിയോയ്ക്ക് ഒരു 200-250 കമന്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് പുള്ളിക്കാരിക്ക് വന്നിരിക്കുന്ന കമന്റുകളിൽ ഏറ്റവും അധികമാണെന്ന് തോന്നുന്നു. ആ കമന്റുകളിനകത്ത് കൂടുതൽ ആൾക്കാർ നിന്റെ ശരീരഭാഗങ്ങൾ കാണുന്നു, പണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മാളവികയുടെ ഇതാണ് നിങ്ങൾ പറഞ്ഞ നിപ്പിൾ, ഇതേപോലെ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ആൾക്കാർ കമന്റ് ചെയ്തു. ഈ കമന്റിനെതിരെയാണ് ആള് പ്രതികരണമായി രംഗത്ത് വന്നത്. പ്രതികരണമായി രംഗത്ത് വന്നതിന് ശേഷം ആൾ ഇതിനെതിരെ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ കംപ്ലൈന്റിന്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ, ആ എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഹലോ, ഈ ഒരു ബനിയൻ ഇട്ടിട്ടൊരു പാട്ടുപാടി പോസ്റ്റ് ചെയ്തപ്പോ നാട്ടിലെ സകലമാന സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആൾക്കാരും പുരുഷ കേസരികൾ കമന്റ് ബോക്സിൽ കുറച്ച് മണിക്കൂറുകളായിട്ട് അർമാദിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. എന്നാ പിന്നെ അവർക്ക് കുറച്ചൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അത് 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഇപ്പൊ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് തുണ ആപ്പ് ഉണ്ട് പോലീസിന്റെ, കേരള പോലീസിന്റെ, വളരെ സിമ്പിൾ. പോയിന്റ് നമ്പർ 1, അസഭ്യമായി കമന്റുകൾ ചെയ്ത ചെറുപ്പക്കാർക്കെതിരെ ഈ കുട്ടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള സന്തോഷ് വാർത്ത ഈ സാഹചര്യത്തിൽ ഇവിടെ അറിയിച്ചുകൊള്ളുന്നു. അപ്പൊ നമ്മളിങ്ങനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അസഭ്യമായ കമന്റുകൾ നിങ്ങൾക്കെതിരെ വർഷിക്കുമ്പോഴത്തേനും അതിനെതിരെ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബനിയൻ ഇട്ടിട്ട് വന്നിട്ട് പാട്ട് പാടി, അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ നിങ്ങളുടെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനൊന്നും നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ റൈറ്റ്സ് ഇല്ല. പക്ഷെ നിങ്ങൾ എക്സ്പോസീവ് ആയിട്ട് ഒരു സാധനം ധരിച്ചതിന് ശേഷം ഒരുത്തിനും ഒരു കമന്റ് ഇതിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ശതമാനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എല്ലാ ആൾക്കാരും നിങ്ങൾ കാണുന്ന അതേ സെൻസിൽ എടുക്കണമെന്നില്ല. ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മള് ഇപ്പൊ ഒരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളല്ല ഏതോ ഒരു സ്ത്രീ
വസ്ത്രമില്ലാതെ അതിലൂടെ പോയിട്ട് ഒരുത്തിനെ എന്നെ നോക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും ഓരോ ഡെക്കോറത്തിലും നമ്മൾ ഇടേണ്ട വസ്ത്രത്തിന് ഒരു മര്യാദ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു മരണ വീട്ടിൽ നമ്മൾ ബിക്കിനി ഇട്ടുകൊണ്ട് പോവോ? അല്ല, പോകുന്നവരുണ്ടാവും, എനിക്കറിയത്തില്ല. നമ്മൾ പൊതുവെ നമ്മൾ അങ്ങനെ കാണാറില്ല. ഒരു സ്വിമ്മിംഗ് സൂട്ടിനകത്ത് സ്വിമ്മ് ചെയ്ത് നീന്താൻ നേരം നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന കോട്ടും സൂട്ടും ഷൂസും ഒക്കെ ഇട്ടുണ്ടെടുത്ത് ചാടുവോ? ചാടുന്നവരുണ്ടാവും, എക്സെപ്ഷണൽ കേസുകളുണ്ട്. എന്നാലും മെജോറിറ്റി നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യുമോ? നമ്മളങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ നമ്മള് ഇപ്പോ സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗോരിതം വെച്ചിട്ട് സ്ത്രീകൾക്ക് മാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതം അതിനകത്തുണ്ട്. സ്വല്പം ശരീരഭാഗങ്ങൾ കാണിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം അടിച്ച് കയറും. അത് സോഷ്യൽ മീഡിയയുടെ ഒരു സാധാരണ ഒരു സാധനമായിട്ടാണ് ഇപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചുകൊണ്ട് 6 പാക്ക് ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഷർട്ട് ഊരിയിട്ട് 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കയറും. അതങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇത് കയറിയതാണ്. ഇത് കയറിയതെന്നൊക്കെയുള്ളതിലൊക്കെ നമുക്ക് വരാം, നമുക്ക് ബാക്കി കേൾക്കാം. വീട്ടിലിരുന്നിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റേഴ്സ് ആണ് പ്രൂഫ് സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ കാർഡിലൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് കുറച്ചായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ടൈപ്പ് ഡ്രസ്സ് മാത്രം ആക്കിയാലോ, പിന്നെ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടുകയും ആ വീഡിയോക്ക് ഇട്ട ഡ്രസ്സാണോ ഈ വീഡിയോക്ക് അങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ. ആൻഡ് താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ ചൂസ് ദിസ് ആസ് മൈ യൂണിഫോം യൂട്യൂബ്. അപ്പോ ആള് യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ താങ്ക് യു ഫോർ ലെറ്റിംഗ് യു ഫോർ ചൂസിങ് ദിസ് യൂണിഫോം എന്നാണ് ആള് പറയുന്നത്. നല്ലതാ, വളരെ നല്ല കാര്യമാണ്. ആ യൂണിഫോം ഇട്ടിട്ട് ഒരു വീഡിയോ നമ്മൾ എടുത്തു. ആ വീഡിയോ അതിഭീകരമായ റീച്ചിലേക്ക് പോയി. അതിനുശേഷം അതേ യൂണിഫോം ഇട്ട് വേറൊരു വീഡിയോ വന്നു. ആ വീഡിയോ അത്യാവശ്യം അതിഭീകരമായിട്ടുള്ള ഇതിലേക്ക് പോയി. അപ്പൊ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡ്രസ്സിനകത്ത് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് ചിന്തിക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കണ്ടിടത്തോളം, താങ്കളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തോളത്തോളം താങ്കൾ ഒരു കഴിവുള്ളൊരു മനുഷ്യനാണ്. അപ്പോ നമ്മുടെ കഴിവിനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവര് അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വിമർശിക്കുമ്പോഴത്തേനും അവരുടെ പെടലിക്കോട്ട് കയറുന്ന അത്ര ഒരു നല്ല പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോശം കമന്റുകൾ, മോശമായ രീതിയിലുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേനും തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റുകൾ കൊടുക്കണം. ഈ തുണ ആപ്പ് വഴി നിങ്ങൾ കംപ്ലൈന്റ് റൈസ് ചെയ്യും. എല്ലാ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കുക, നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഒരുത്തന്റെ ഒരു വിമർശനവും ഞാൻ എടുക്കത്തില്ല. ഞാൻ കറക്റ്റ് ആണ്, ഞാൻ എന്റെ ഫെമിനിസം തലക്ക് പിടിച്ച ആളാണ്. ആ ഒരു സെറ്റപ്പിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആൾക്കാരൊക്കെ എതിരാകുന്നതെന്ന് മനസ്സിലാക്കുക. ബാക്കിയേക്കാം. യൂണിഫോം. താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ. ആൻഡ് തേർഡ്ലി, എന്റെ ഇങ്ങനെ ഈ മുലഞ്ഞിട്ട് കാണുന്നതൊക്കെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മുല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ബ്രാ ഇടാതെ കാണുന്ന അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ സാധനം കാണുന്നത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് എനിക്ക് സർജറിക്കുള്ള പണം തരൂ, ഞാൻ ടോപ്പ് സർജറി ചെയ്യാൻ പോവാണെന്നാണ് ആള് പറയുന്നത്. ഈ ടോപ്പ് സർജറി ചെയ്യാൻ പോകുമ്പോൾ ആള് ട്രാൻസ് ആണെന്ന് എനിക്ക് സംശയം തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് ഇവരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ കാണുന്ന ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ എന്റെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാനുള്ള പൈസ തരൂ. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടിനെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്, അല്ലേ? കാണുന്നവന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർജറി ചെയ്യാൻ പൈസ ഞാൻ സർജറി ചെയ്തോളാം. തിരിച്ച് അവരുടെ ഒരു കൺസേൺ എന്ന് ആലോചിക്കുക. കമന്റ് ബോക്സിൽ അവര് പറയുന്നത് ഇതേപോലെയാണ്, നിനക്കിതിടാൻ ബുദ്ധിമുട്ടുണ്ടോ, നിനക്കിത് ഇല്ലയോ എന്ന് അവരുടെ കൺസേൺ അല്ലേ അവരറിയിക്കുന്നത്. അത് എന്തൊരു പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനും ടോപ്പ് സർജറി ചെയ്യാൻ വേണ്ടി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുറച്ച് പൈസ അയച്ചു തരുവാണെങ്കിൽ എനിക്ക് എന്റെ ടോപ്പ് സർജറി ചെയ്യാമായിരുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് സർജറി ചെയ്യാൻ ലക്ഷങ്ങളാവും. അതിനെക്കാട്ടിലും നല്ലത് നേരെ പോവുക, കടയിൽ കയറുക, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞുകൂടാ, നല്ലൊരു ബ്രാൻഡിന്റെ ഒരു സാധനം മേടിച്ച് തന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമുക്ക് ഏതായാലും ഈ പുള്ളിക്കാരുടെ പ്രൊഫൈൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്തു. പ്രൊഫൈൽ വിസിറ്റ് ചെയ്തപ്പോൾ ആൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല, ആള് ലെസ്ബിയൻ ആണോ എനിക്കൊന്നും പിടികിട്ടിയില്ല. എന്തെങ്കിലും ഒരാട്ടാ, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമുക്കിപ്പോ ഈ ഒരു വസ്ത്രം ഇട്ടിട്ട് വന്നിരുന്നതിൽ ആൾ അഭിസംബോധന ചെയ്ത വിഷയത്തെ കുറിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആളുടെ പ്രൊഫൈൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്തപ്പോഴത്തേനും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ വ്യൂ പോയിട്ടുള്ള വീഡിയോ ഏതാണെന്ന് നോക്കുക. അതാണ് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ അറിയാത്ത ഒരു വൈറൽ കണ്ടന്റ് ഏതാണെന്നുള്ളത്, ഇതാണ് ആ കണ്ടന്റ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് താഴേക്ക് വരുമ്പോഴത്തേനും ഇതാട്ടെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ 32K, മറ്റേ ഒരെണ്ണം 313K അടിച്ചു. ബാക്കി നിങ്ങളുടെ വീഡിയോസിന്റെ എല്ലാ വ്യൂസും നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോ. ബാക്കി എല്ലാ വ്യൂസിന്റെ 46K. അതിനകത്ത് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ.
46K വന്നിട്ടുണ്ട്, 38K, 41K, 24K, അങ്ങനെയൊക്കെ ഈ 12K, 17K, 25K, 21K, അങ്ങനെ കുറെ കെ കണക്കുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ആ ഒരു സാധനം നിങ്ങൾ അൽഗോരിതം ബ്രേക്ക് ചെയ്തതാണ്. അതാണ് നിങ്ങൾ ചെയ്ത വൈറൽ കണ്ടന്റ്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും വീഡിയോയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹോട്ട് ആയിട്ടുള്ള വസ്ത്രം ഇട്ടിട്ട് പ്രസന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് പ്രസന്റ് ചെയ്യാം, നിങ്ങൾക്ക് പർദ്ദ ഇട്ടിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് വസ്ത്രം വേണേലും ഇടാം. അത് നിങ്ങളുടെ വ്യക്തിപരമായ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നാട്ടുകാർ മൊത്തവും ഞാൻ കാണുന്ന കണ്ണുകളിലൂടെ തന്നെ കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ അവലോകനം ചെയ്യാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നത് എന്തൊരു ശാസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മോശം കമന്റുകളെ നിങ്ങൾ വിടൂ, നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കൂ. അത് ഇപ്പൊ മീൻസ് ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടു, ആ ഡ്രസ്സിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു. അതേ ഡ്രസ്സ് ഇട്ടിട്ട് അതേപോലെ ഞാൻ ഇനി ഇത് യൂണിഫോം ആക്കാൻ പോവാ, എല്ലാ വീഡിയോയിലും ഞാൻ യൂട്യൂബ് വീഡിയോയിലും എല്ലാം ഇതിടും എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവര് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുള്ളവര് അവര് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അവരെ ഒന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പൊ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അതാത് രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അത് ഇതേ ധരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ